ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നോമ്പും നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇഫ്താർ വ്ലോഗായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നലത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഇന്നലെ ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ ചെന്നിട്ട് ആകക്കോളായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ പഠിത്തത്തിൽ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ലേൺഡെക്ക് എന്നാണ് ഇവരുടെ പേര്. കൊടുവള്ളി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവരുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു സൈക്കോളജിസ്റ്റ് കുട്ടീൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിന് ശേഷമാണ് കുട്ടിക്ക് ടീച്ചേഴ്സിനൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് 15 ദിവസത്തെ കോഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ടും കോഴ്സ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്കും പിന്നെ അതുപോലെ പാരൻറ്റിനും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഒരു വിധത്തിലുള്ള ഇങ്ങനെ ചീത്ത പറച്ചിലോ അങ്ങനത്തെ ഒന്നുമില്ല. കുട്ടിയും ടീച്ചറും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇവർ പഠിപ്പിച്ചെടുക്കുന്നത്. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആക്ടിവിറ്റീസിലൂടെയൊക്കെ കൂടെയാണ് ഇവർ ക്ലാസ്സസ് നൽകുന്നത്. ഇതുകൂടാതെ സ്കൂൾ സിലബസ് അനുസരിച്ചിട്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് LKG മുതൽ +2 വരെ ട്യൂഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരെ നമ്പറൊക്കെ കൊടുത്തേനെ, ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നും ഞാൻ എന്നത്തെയും പോലെ തന്നെ 2 സ്നാക്കെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ടേനു കേട്ടോ കിച്ചണിലേക്ക് ചെന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലങ്ങനെ എല്ലാ നോമ്പിനൊന്നും ഇതുപോലെ 2 സ്നാക്കൊന്നും ആക്കലില്ല കേട്ടോ. എന്തെങ്കിലും ഒരു സ്നാക്ക് മാത്രമേ കേട്ടോ നമ്മൾ അധികം ഉണ്ടാക്കലുള്ളത്. അധികം സമൂസയും കട്ട്ലേറ്റൊക്കെ തന്നെയാണ് ആക്കൽ. പിന്നെ ഈ നോമ്പിനാണ് ഇപ്പോൾ ഇത്രയും വെറൈറ്റീസൊക്കെ ചെയ്തിട്ടുള്ളത്. അത് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് മുട്ട വെച്ചിട്ട് egg 65ഉം പിന്നെ ഒരു റോളും ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിന്. ബീഫ് ഉണ്ട് കുറച്ച്, അപ്പോൾ അതിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് എന്താ പറയുക ഒരു റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ മുട്ട ആകെ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, ആകെ 3 ആളുള്ളൂ. അപ്പോൾ ഇതന്നെ ബാക്കിയാവുമെന്ന് വിചാരിച്ചിട്ട് വെറും 2 മുട്ട എടുത്തിട്ടുള്ളൂ. അത് പാത്രത്തിൽ തന്നെയാണ് പുഴുങ്ങാൻ വെക്കുന്നത്, കുറച്ച് ഉപ്പിട്ടിട്ട്. അപ്പം ഈ 2 മുട്ട മാത്രമായതുകൊണ്ട് അതിന് കുക്കറിലൊക്കെ ഇട്ട് മെനക്കെടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പാത്രത്തിൽ തന്നെയാണ് പുഴുങ്ങാൻ വെക്കണേ. ഇപ്പം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ മോഡലിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പം തന്നെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ ടേബിളില്ല, കിച്ചണിലിരുന്ന് കഴിക്കുന്ന ടേബിളില്ല, നേരിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിലേക്കാണ് കൊണ്ടുവയ്ക്കൽ. അപ്പോൾ കിച്ചണിൽ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇരുന്ന് കട്ട് ചെയ്യാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ അടുത്തേക്ക് സ്റ്റൂൾ കൊണ്ടുവന്ന് ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇനി കുറേ സമയം നിൽക്കാനല്ലേ, അതുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാം ഇരുന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ പണിയും ചെയ്യുന്നുണ്ടെങ്കിലും കിച്ചൺ എങ്ങനെ നീറ്റാക്കി വെക്കണേന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ സത്യം ഇതാണ്, നമുക്ക് ആകെ കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ ഉള്ള സ്പേസിൽ നിന്നിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് ക്ലീൻ ആക്കി വെക്കും. വേസ്റ്റൊക്കെ ആണെങ്കിൽ വേഗം തന്നെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിടും. പിന്നെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി വെക്കും. അപ്പം നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കുറേ സ്പേസും ഉണ്ടാവും. ഇപ്പം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ നല്ലോണം കേകി എടുത്തേണ്. പിന്നെ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 സ്നാക്കിൽക്കും കൂടെ കൂടിയിട്ടുള്ളതാണ്. egg 65ക്ക് കുറച്ച് ഉള്ളി വേണം, പിന്നെ നമ്മളെ മറ്റേ റോൾ ഉണ്ടാക്കാൻ കുറച്ചധികം വേണം. അപ്പം അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഞാനിപ്പോൾ 2 വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. അത് പിന്നെ ചോപ്പറിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നല്ല കുനുകുനാന്ന് പറഞ്ഞ മാതിരി അരിഞ്ഞെടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്യുന്നത്. വെളുത്തുള്ളി നമുക്ക് 2 ആവശ്യമുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചിയും ഒക്കെ 2 കൂടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം നല്ല ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുകയാണ്. പച്ചമുളകിന് അധികം എരിവില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വട്ടത്തിൽ കുഞ്ഞിതായിട്ട് മുറിച്ചെടുത്തേണ്. അപ്പം ആ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉള്ളി ചോപ്പറിലിടാം. ഈ ചോപ്പറിലിട്ട് ശീലമായതുകൊണ്ട് തന്നെ പൊള്ളി മുറിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. ഇതിലിട്ട് ഇങ്ങനെ ഒരു 2 വലി വലിച്ചാൽ തന്നെ നല്ല കുഞ്ഞിതായിട്ട് അരിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും എന്തിനാ പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന് ഇങ്ങനെ മുറിക്കണത്, ഇതിൽ തന്നെ ഇട്ടാൽ പോരെയെന്ന്. അങ്ങനെ ഇപ്പം എപ്പോൾ ഉള്ളി മുറിക്കുകയാണെന്നുണ്ടെങ്കിലും, അതായത് ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാനുള്ളതാണെങ്കിൽ അപ്പം തന്നെ ചോപ്പറിലിടാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെ 2 ട്രിപ്പായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തേന്.
പിന്നെ ഇന്നലെ ഞാൻ മലയാളം സ്റ്റോർ ചെയ്യുന്ന കാര്യം വീഡിയോയിൽ ചോദിച്ചപ്പം ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടോ. കുറേ ഐഡിയാസ് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടേനു. നമ്മളെ വീട്ടിലിതാ ഇങ്ങനെയാണ് ഉമ്മ വെക്കലുള്ളത്. കവറിൽ ആക്കിയിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലാക്കിയിട്ടൊക്കെയാണ് കേട്ടോ വെക്കൽ. എന്നിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് വെക്കും. അപ്പം കുറച്ച് കാലമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ ഐഡിയാസ് പറഞ്ഞു തന്നീനു കേട്ടോ എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് മലയാളം സ്റ്റോർ ചെയ്യുന്ന ടിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റ്സ് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ നമ്മൾ റോളിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 6 റോള് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതിൽക്ക് കണക്കായിട്ടുള്ള മസാലയാണ് ഈ പറയുന്നത്. അപ്പുറത്തുമ്മ ബീഫ് വേവിക്കുന്നുണ്ട്. ബീഫ് ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. അപ്പം ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നായി കഴിഞ്ഞപ്പം അതിൽക്ക് വെല്ലുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉള്ളിൻ്റെ ഒരു കാൽഭാഗം മാത്രം മാറ്റി വെച്ചാൽ മതി. ബാക്കി മുഴുവനും ഇതിൽക്ക് ചേർത്ത് കൊടുത്തേണ്. പിന്നെ ഇത്തിരി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ച്. ഇത് നമ്മൾ സമൂസക്കൊക്കെ ചെയ്യണ പോലെ ഓവറായിട്ട് വാടണ്ട ഉള്ളി. കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടുന്ന പോലെ വേണം. നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരിത്തിരി കടിക്കാൻ കിട്ടുന്ന രൂപത്തിലാണല്ലോ ഉള്ളി ആക്കൽ. അപ്പോൾ പിന്നെ ഇതിൽക്ക് മസാല ആയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേറെ മുളക് പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഒരു സിമ്പിൾ മസാലയാണ്. ബീഫ് ഇതിപ്പം കുരുമുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. ഇനി അതിൽ നിന്ന് വേണം നമുക്ക് ഈ ഒരു സ്നാക്കിലേക്കുള്ള ബീഫ് കൊടുക്കാൻ. പിന്നെ ഇതിൽക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഈ സമയമായപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെച്ചിരുന്നു കേട്ടോ. ഇനി കൂടുതൽ ഉള്ളി വാടിപ്പോണ്ടാന്ന് വെച്ചിട്ട്. ബീഫ് നല്ലോണം ചൂടായി കഴിഞ്ഞാലേ അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ നമ്മളെ മറ്റേ സ്നാക്ക് എഗ് 65 വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ്. ഈ ഉള്ളിയിൽക്ക് ബാക്കിയുള്ള ഉള്ളിയിൽക്ക് ഞാൻ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്നിട്ടുള്ള മലയാളം മുറിച്ചതും ഒക്കെ ഇതിൽക്ക് തന്നെ തട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. പക്ഷേ മുട്ട നല്ല ചൂടായിട്ടാണ് കേട്ടോ നിൽക്കണത്. അപ്പം ഞാൻ അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. ഇനി ഇതാ ബീഫിൻ്റെ ആ കറിയിൽ നിന്ന് ഞാൻ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. ആകെ കുറച്ച് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു 5-6 പീസ്. എന്നിട്ട് അത് നമ്മൾ ചോപ്പറിലിട്ടിട്ട് ഒന്നിങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. ഇനി മസാല ഒന്നും ബാക്കിയായിട്ട് പോകണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര കുറച്ച് ബീഫ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അതും കൂടെ നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ റോളിനുള്ള മസാല. പിന്നെ ഇതുമ്മ ബീഫിലേക്ക് വേണ്ടിയിട്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ വാട്ടിയെടുത്തിന്. അതിൽക്കായിട്ട് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊറാട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പം അടിപൊളിയാണ്. ഈ ഒരു കറിയിൽ മുളക് പൊടി ചേർക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പച്ച കളറുള്ള പോലെയാണ് കേട്ടോ അത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പച്ച ബീഫ് എന്നാണ് അതിന് പറയൽ. പിന്നെ നമ്മൾ മൈദദോശ ചുട്ടിട്ടാണ് കേട്ടോ റോൾ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാർക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേന്. എന്നിട്ട് ഒരു 2 സ്കൂപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്തുണ്ടാവും. എന്നിട്ട് പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചാണ്. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല തിന്നായിട്ടുള്ള ദോശ ബാറ്ററാണ് കേട്ടോ നമ്മളാക്കണത്. പിന്നെ മുട്ടൻ്റെ ഒരു ടേസ്റ്റ് പോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേനെ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ബാറ്റർ നോക്കിയപ്പം ഇത്തിരി കട്ടി കുറവുള്ള പോലെ തോന്നി. അതുകൊണ്ട് ഞാനൊരു നുള്ളും കൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ. പിന്നെ ഇതൊന്നും കൂടെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് കറിയിലേക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്ര പണിയുള്ളൂ, അത് റെഡി ആയിക്കുന്നത്. ഇനി അത് അടച്ചു വെക്കുകയാണ് കേട്ടോ. ഈ എഗ് 65ൻ്റെ മസാല ഞാനിപ്പം ഈ ബ്ലാക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ വൈറ്റിൽ നമുക്ക് മൈദദോശൻ്റെ ആ ഒരു മിക്സ് ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുത്തേന്. ഇനിയിപ്പോൾ ഇതാ ദോശൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തേന്. നമുക്ക് നല്ല തിന്നായിട്ടുള്ള ദോശയാണ് കേട്ടോ വേണ്ടത്. ഈ ഏലാഞ്ചിക്കൊക്കെ ചെയ്തെടുക്കൂലേ, ആ ഒരു ടൈപ്പിലുള്ള ദോശയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം അത് പെട്ടെന്ന് തന്നെ റോൾ ചെയ്തെടുക്കുകയും വേണം. ചൂടുള്ള സമയത്ത് തന്നെ റോൾ ചെയ്തെടുത്താൽ നല്ലോണം ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കും. ഇപ്പം ഞാനൊരു ദോശത്തവ വെച്ച് ചൂടാക്കിയിട്ട് അത് സിമ്മിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 കയ്യിൽ ബാറ്റർ വേണം. അപ്പോൾ അത് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ടുള്ളൊരു ദോശ ആക്കിയിട്ടെടുക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ സൈഡൊന്നും മൊരിയാനായിട്ട് കാത്തിക്കണ്ട. സ്പാച്ചുല വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാനുള്ളൊരു പാകമാകുമ്പോൾ വേഗം തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1 മിനിറ്റൊക്കെ വെച്ചാൽ മതി. മൈദ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. പിന്നെ ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദോശയും കൂടെ ഒഴിച്ചിട്ടിട്ട് മറ്റേൽ ഫില്ല് ചെയ്തെടുക്കാം.
നമ്മളാക്കിയിട്ടുള്ള ബീഫിൻ്റെ ഫില്ലിംഗ് നിന്ന് ഒരു 2 സ്പൂണ് ഇതിൻ്റെ ഇങ്ങനെ കുറച്ച് സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം വെച്ചിട്ട് ആദ്യം ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ 2 സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ റോള് റെഡിയായി. ഇത് നേരെ ചൂട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലോണം ഒട്ടി പിടിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട്. ഞാൻ വേഗം തന്നെ മറിച്ചിട്ട് കൊടുത്തേന്. ഈ ദോശ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുത്തത് ഒഴിച്ചിട്ടതിന് ശേഷം നമുക്ക് മറ്റേത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ആ സമയം കൊണ്ട് ഈ ദോശ കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ മറ്റേതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് വിട്ടു വരികയും ചെയ്യും. നമുക്കിങ്ങനെ കൈ പിടിക്കാനുള്ള ആ ഒരു പാകമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതിലും ഞാൻ 2 സ്പൂണ് മസാലയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാതും റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കറക്റ്റ് 6 റോൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടേനു ഈ മസാലയും പിന്നെ ബാറ്ററും ഒക്കെ റെഡിയാക്കിയത്. പക്ഷേ നമ്മളെപ്പം കറക്റ്റ് എണ്ണം വിചാരിച്ചാലും അതിൽ കൂടല്ലാതെ കുറയലില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം 6 ദോശ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്ര ഉള്ളേനു നമ്മളെ മാവ്. ഇപ്പം ഞാൻ 6 എണ്ണം ഇങ്ങനെ റോൾ ചെയ്ത് റെഡിയാക്കി വെച്ചിന് കേട്ടോ. ഒരെണ്ണം പൊട്ടിപ്പോയി. അത് ഞാൻ നല്ല ഇങ്ങനെ കട്ടിക്ക് റോൾ ചെയ്തെടുത്ത് അതിൽ പൊട്ടിപ്പോയതാണ്. ഇപ്പം നമ്മളെ മുട്ട ചൂടാറിയിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി റോളും പിന്നെ ഈ മുട്ടൻ്റെതും പൊരിച്ചെടുക്കണമല്ലോ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ അതിലേക്ക് മുട്ട മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. എഗ് 65 ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ നോക്കിയപ്പം ചിലരൊക്കെ മുട്ടൻ്റെ മഞ്ഞ ചേർക്കുന്നുണ്ട്, ചിലർ മുട്ടൻ്റെ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഞാൻ പിന്നെ അത് വേസ്റ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. അതാണ് എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയത്. പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടി, ഉപ്പ്, ഗരം മസാല അതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കടലമാവ് വേണം. അതൊരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ബാറ്റർ രൂപത്തിലാക്കണം. എന്താ പറയുക, ഇതിങ്ങനെ ഓയിലിലേക്ക് ഇടുമ്പം എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ച് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എഗ് 65-നുള്ള മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ചൊരു കുഴിയായിട്ടുള്ളൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഒരു കുഞ്ഞി സോസ് പാൻ. അതിലേക്കായിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പക്കവടയൊക്കെ ചെയ്യുന്ന പോലെ കുറച്ചായിട്ട് എടുത്തിട്ട് അത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഓയിൽ നല്ലോണം ചൂടാവണം കേട്ടോ, എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം അത് അവിടെ ആവുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ച് ഈ റോളും ഒന്ന് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കാമെന്ന്. ആദ്യം മൈദയും വെള്ളം കൂടെ കൂടിയിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് കോട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ആക്കിയെടുക്കുകയാണ്. മൊത്തം ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ കവർ ചെയ്യാതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പറ്റും കേട്ടോ. ഏലാഞ്ചി മോഡലിൽ കഴിക്കാനും പറ്റും. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനെ ബ്രെഡ് ക്രംസൊക്കെ ആക്കി പൊരിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ചിക്കൻ റോളൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അതേ സ്റ്റെപ്സ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ബീഫ് റോൾ എന്ന് പേരിടാം. ഞാനിപ്പോൾ എല്ലാതും ഇങ്ങനെ ആദ്യം മൈദൻ്റെ മിക്സിൽ മുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ എഗ് 65-ൻ്റെ ഒരു ഭാഗം റെഡി ആയിന് കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സമയമായപ്പോൾ തന്നെ നമ്മൾ ഓയിൽ ഇങ്ങനെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ആ മുട്ടൻ്റെ മഞ്ഞ ചേർത്തല്ലോ, അത് കാരണമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അല്ലാതെ വേറെ റീസണൊന്നുമില്ല. അപ്പം ഇങ്ങനെ പതഞ്ഞ് വരാനായിട്ട് സാധാരണ ഓയിലും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആക്കിയാൽ ഇതുപോലെ പതഞ്ഞ് വരൽ കാണലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുട്ടൻ്റെ മഞ്ഞ ഈ ഓയിലിലേക്ക് എത്തുമ്പോൾ അത് ഞാൻ തീരെ ആലോചിക്കാതെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ബാച്ച് ഇട്ടപ്പം പറയണ്ട, അത് മൊത്തത്തിൽ അങ്ങനെ അങ്ങോട്ട് പൊങ്ങി വന്നിട്ട് പാലൊക്കെ തിളച്ചാലുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതുപോലെ ആയിട്ടുണ്ടേനു. അപ്പോൾ പിന്നെ ഞാനത് അവിടെ നിർത്തി വെച്ചിട്ടോ. പിന്നെ ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയമുള്ളേനു. ഇനിയും അയിമൽ കെട്ടി മറിയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം കുറേ പോവും. പിന്നെ ഈ ബീഫ് റോളിൻ്റെ പണി നടക്കില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബീഫ് റോള് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇതാണ് എഗ് 65-ൻ്റെ അവസ്ഥ. ഇത് നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇട്ടതാണ് കേട്ടോ. അത് നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. രണ്ടാമത്തതും ആയിട്ടുണ്ട്, പക്ഷെ ഉള്ളിലേക്കൊക്കെ നല്ലോണം ഓയിൽ കയറിയിട്ടുണ്ടേനു. ഇതാ നമ്മളെ ബീഫ് റോള് റെഡി ആയി തുടങ്ങിയാണ്. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓയിലിൽ നിന്ന് കോരി മാറ്റുകയാണ്.
വേഗം പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു X65 നിന്നിട്ട് നല്ലോണം നേരം വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ ടേബിളിലേക്ക് കൊണ്ടുവെക്കാനുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒക്കെ ഉമ്മനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഇഫ്താറിനുള്ള കാര്യങ്ങൾ. X65 അത് ഞാൻ അങ്ങനെ കൊണ്ടുവച്ചിരുന്നു കേട്ടോ. ഇനി ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ബീഫ് കറി ഉണ്ട്, ചെറുപയർ കറി ഉണ്ട്. അതുപോലെ ഇന്ന് സർബത്താണ് ആക്കിയിട്ടുള്ളത്, വേറെ ജ്യൂസൊന്നുമില്ല. പിന്നെ ബീഫ് ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് പൊറാട്ടയും വാങ്ങിച്ചിട്ടുണ്ടേനു കേട്ടോ, പത്തിരിയുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പം ഞങ്ങളെല്ലാവരും കൂടിയിരുന്നിട്ട് നോമ്പ് തുറക്കുകയാണ്. സർബത്തും ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ X65 ആദ്യം ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത്രയും സമയം പോക്കിയതല്ലേ, അപ്പോൾ അതിനി ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയണമല്ലോ. അങ്ങനെ അതെടുത്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ടേനു അത് കഴിക്കാനായിട്ട്. സംഭവം മഞ്ഞ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിപൊളിയാവുമേനു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞ ചേർക്കണ്ട കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ അതിൻ്റെ നല്ല സക്സസ് ആയിട്ടുള്ള റെസിപ്പി വേഗം തന്നെ ഇടാം. ഇനി ഒരു ദിവസം കൂടെ ഉണ്ടാക്കി നോക്കാം. പിന്നെ നമ്മൾ ഈ ഒരു റോള് അത് പിന്നെ പറയണ്ട, അടിപൊളി ടേസ്റ്റ് ഇനി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നമ്മൾ സമൂസൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ബീഫ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സമൂസയൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ആ റോളിൻ്റെ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Learndeck. ചില കുട്ടികൾക്ക് എല്ലാ കഴിവുണ്ടെങ്കിലും പഠനത്തിൽ മാത്രം ചിലപ്പോൾ പിന്നിലായിരിക്കും. അത് മേ ബി ആ കുട്ടിക്ക് ബുദ്ധി ഇല്ലായിട്ടോ അല്ലെങ്കിൽ മറ്റു ഡിസോർഡേഴ്സ് ഉണ്ടായിട്ടോ ആയിരിക്കില്ല. ചിലപ്പോൾ പഠിപ്പിക്കുന്ന രീതിയിൽ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ആ ഒരു കാര്യം കുട്ടിക്ക് വേണ്ട രീതിയിൽ അറിയാത്തതുകൊണ്ടായിരിക്കാം. സോ ഇങ്ങനത്തെ കുട്ടിയുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുട്ടിയുടെ മൈൻഡിനെ എങ്ങനെ പഠനത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതും ലേൺഡെക്കിന് അറിയാം. സോ റൈസ് യുവർ ചൈൽഡ് വിത്ത് ലേൺഡെക്ക്.